ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമുക്കിന്ന് ഇതുപോലുള്ള 3mm 8mm വൈറ്റ് പേൾ വെച്ചിട്ട് എങ്ങനെ ഒരു മാലയും കമ്മലും സെറ്റ് ചെയ്യണേന്ന് നോക്കാം. അതിൻ്റെ കൂടെ നമുക്ക് വേണ്ടത് പിന്നെ ഇതുപോലുള്ള ഹെഡ് പിന്ന് വേണം, ഐ പിന്ന് വേണം, ജംപറിങ് അല്ലെങ്കിൽ കണക്ടർ എന്ന് പറയും, ഇത് വേണം. പിന്നെ നമുക്ക് ബാക്ക് ചെയിൻ വേണം, ഇതുപോലെ ബാക്ക് ചെയിൻ അല്ലെങ്കിൽ ബാക്ക് ത്രെഡ് ആയാലും മതി. ഇത് ഇത്രയാണ് വേണ്ടത്. ഫസ്റ്റ് നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലെ നമ്മളിപ്പോൾ ഐ പിൻ എടുക്കുക. ഐ പിൻ എടുത്തതിന് ശേഷം ആദ്യം നമുക്ക് ഇതുപോലെ 3mm ഒരു വൈറ്റ് പേൾ ഇടുക. അതിന് ശേഷം 8mm പേൾ ഇട്ട് കൊടുക്കുക. പിന്നെ 3mm ഇടുക. ഇതിൻ്റെ ലെങ്ത് ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ നമുക്ക് പ്ലെയർ ഉപയോഗിച്ച് ഒന്ന് വളച്ച് കൊടുക്കുക. ഈ രീതിക്ക് നമുക്കൊരു 9 10 ബീഡ്സ് ഇതുപോലെ ഐ പിന്നിനകത്ത് കണക്ട് ചെയ്തത് വേണം. പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഈ സെയിം മെത്തേഡിൽ തന്നെ ഇപ്പം നമ്മൾ ഐ പിന്നിലല്ലേ ചെയ്തത്, നമുക്ക് ഹെഡ് പിന്നിലും ഇതേ രീതിക്ക് ചെയ്തെടുക്കണം. അതിന് ഞാൻ ഇതുപോലെ ഹെഡ് പിൻ എടുത്തിട്ടുണ്ട്. അതും സെയിം രീതി തന്നെ ആദ്യം 3mm ഒരു പേൾ ഇടുക, പിന്നെ 8mm, വീണ്ടും 3mm ഒരു പേൾ ഇട്ട് കൊടുക്കുക. നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ പ്ലെയർ ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് വളച്ച് കൊടുക്കുക. ഈ രീതിക്ക് നമുക്കൊരു 5 6 സെറ്റ് തയ്യാറാക്കാം. ഇത് ഞാൻ മുന്നേ ചെയ്ത് വച്ചിട്ടുണ്ട്. നമുക്കിതുപോലെ ആദ്യം 2 ഐ പിന്നിൻ്റെ ഹെഡ് പിന്നിൻ്റെ ഇതുപോലെ സെറ്റ് ചെയ്ത് വെക്കണം. അതിന് ശേഷം നമുക്ക് വേണ്ടത് കണക്ടറാണ് വേണ്ടത്. ചില സ്ഥലത്ത് ജംപറിങ് എന്നാണ് പറയുക. അപ്പം നമ്മൾ ഈ കണക്ടർ എടുക്കുക, അതിനെ ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ഈ കണക്ടറിനകത്ത് തന്നെ 2 നമ്മൾ ഐ പിന്നിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ബീഡ്സിൻ്റെ അത് ഇതുപോലെ 2 സെറ്റ് ചെയ്ത് കൊടുക്കുക. വീണ്ടും അടുത്ത കണക്ടർ എടുക്കുക. ഇതുപോലെ നമ്മൾ ചെയ്ത് വച്ചേക്കുന്നത് കണക്ട് ചെയ്ത് നമ്മളിപ്പോൾ മാല ചെയ്യുന്ന അതേ രീതിക്ക് കണക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പം ഞാൻ ഈ വൈറ്റ് പേൾ എടുത്തതേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വേറെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബീഡ്സ് വെച്ചിട്ട് ചെയ്യാം. ഗോൾഡോ അല്ലെങ്കിൽ ഇപ്പോൾ ക്രിസ്മസ് ആയതുകൊണ്ട് വൈറ്റ് റെഡോ അങ്ങനെ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആ ബീഡ്സുകൾ വെച്ച് നമുക്ക് ഇതുപോലെ ചെയ്ത് നോക്കാം. ഈ രീതിക്ക് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. ഇപ്പം ഞാൻ ചെയ്ത് വച്ചേക്കുന്ന ആ ഐ പിന്നിനെ ഇതുപോലെ നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കുക. ഇത് ചെയ്യാൻ വളരെ എളുപ്പമാണ്. എല്ലാവരും ചെയ്ത് നോക്കണേ ഒന്ന്. നിങ്ങളിത് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് ടൈപ്പ് ചെയ്ത് വിടണേ. ഇതുപോലെ നമ്മൾ ചെയ്ത് വച്ചേക്കുന്ന അത്രയും ഹെഡ് പിന്നിനകത്ത് ഹെഡ് പിന്നിലല്ല, ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഐ പിന്നിനകത്ത് കണക്ട് ചെയ്ത് വച്ചേക്കുന്ന ഐറ്റങ്ങളാണ് ഇതുപോലെ കണക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ കണക്ടർ എത്ര എണ്ണം ഉപയോഗിച്ചോ അതിലെല്ലാം നമ്മൾ ഹെഡ് പിന്നിൽ സെറ്റ് ചെയ്ത് വച്ചേക്കുന്നത് ഒരു ഹാങ്ങിങ് ആക്കി കൊടുക്കുക. ഇതിപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു ലെയറാക്കി ഒരു മാലയുടെ രീതിക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് എടുക്കുക. ഇത് നമ്മൾ ഹെഡ് പിന്നിൽ ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഇതുപോലെ ഓപ്പൺ ചെയ്തിട്ട് ഈ കണക്ടറിനകത്തോട്ട് ഇതുപോലെ ഹാങ് ചെയ്ത് കൊടുക്കുക. ഈ രീതിക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക. എത്ര എണ്ണം ഉണ്ടോ അതിലെല്ലാം എല്ലാ ജംപറിങ്ങിനകത്തും ഇതുപോലെ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് ആരെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ മുന്നേ നമ്മൾ ഒരുപാട് മേക്കിംഗ് വീഡിയോസ് ജ്വല്ലറി മേക്കിങ്ങിൻ്റെയും അതുപോലെ ഹെയർ അക്സസറീസിൻ്റെ എല്ലാം ഇട്ടിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾ കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഉറപ്പായിട്ട് അത് ഉപകാരപ്പെടുന്ന വീഡിയോസാണ്. പിന്നെ നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോ എന്ന് വെച്ചാൽ ഒരു ക്ലിയറൻസ് വീഡിയോ, അതായത് മെറ്റീരിയൽ ക്ലിയറൻസിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ അതിൻ്റെ തന്നെ കുറച്ചും കൂടെ സ്റ്റോക്ക് ഇരിക്കുന്നതും കൂടെ തീർക്കാനുണ്ട്. വേണമെന്നുള്ളവർ ആ ഒരു വീഡിയോസ് കണ്ട് നോക്കുക. കണ്ടിട്ട് വേണ്ടുള്ളവർ പെട്ടെന്ന് തന്നെ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാൻ നോക്കുക. ചില ഐറ്റങ്ങളില്ല, ചില ഐറ്റങ്ങളെല്ലാം സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട്. ബീഡ്സ് ഐറ്റങ്ങളിൽ കുറച്ചുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെ
കണക്ടറിലെല്ലാം ഹാങ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മൾ ഇതുപോലെ സെറ്റ് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇതിൻ്റെ 2 എൻഡിലായിട്ട് ബാക്ക് ചെയിൻ സെറ്റ് ചെയ്ത് കൊടുക്കാം. അത് നമുക്കൊരു കണക്ടർ ഉപയോഗിച്ചിട്ട് ബാക്ക് ചെയിൻ ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കാം. അതുപോലെ നമ്മൾ ചെയ്ത് വച്ചേക്കുന്ന ഈ പേൾ സെറ്റും അതിനകത്ത് കണക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പം നിങ്ങളുടെ കയ്യിൽ ബാക്ക് ചെയിൻ ഇല്ലയെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, ബാക്ക് ത്രെഡ് എടുക്കാം. അതുപോലെ നിങ്ങളുടെ കയ്യിൽ സിൽവർ ചെയിനാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ഹെഡ് പിന്നും അതുപോലെ ജംബ്രിങ്, ഐ പിന്ന്, ഇത് ഇത്രയും സിൽവറിൻ്റെ തന്നെ എടുത്താൽ മതി. ഇനി നമ്മൾ കമ്മലാണ് സെറ്റ് ചെയ്യുന്നത്. കമ്മൽ സെറ്റ് ചെയ്യുന്നതും ഇത് നേരത്തെ നമ്മൾ ചെയ്ത അതേ രീതിക്ക് തന്നെ ചെയ്യാം. ഹെഡ് പിൻ എടുക്കുക, അതിനകത്തോട്ട് ബീഡ്സുകൾ കോർത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് വളച്ചു കൊടുക്കുക. ഇതുപോലെ ചെയ്തതിന് ശേഷം നമ്മൾ ഇയറെ ഹൂക്കില്ലേ, അതാണ് എടുത്തേക്കുന്നത്. അതിനകത്തോട്ട് നമ്മൾ ഒന്ന് സെറ്റ് ചെയ്താൽ മാത്രം മതി. വളരെ എളുപ്പമാണ് അത് ചെയ്യാനും. ഇപ്പം നിങ്ങൾക്ക് ഗോൾഡിൻ്റെ സ്ഥാനത്ത് സിൽവർ വേണമെന്നുണ്ടെങ്കിൽ ഈ ഐറ്റങ്ങളെല്ലാം സിൽവർ എടുത്താൽ മതി. ഇപ്പം നമ്മൾ കമ്മൽ സെറ്റ് ചെയ്തു, മാലയും സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ അത് കമൻറ്റായിട്ട് ഇടുക. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതെങ്കിലേ നമ്മൾ വീണ്ടും ഇടുന്ന വീഡിയോസ് കാണാൻ പറ്റൂ. അപ്പോഴൊക്കെ താങ്ക് യു.